നദീറ ബേൺബ്രൈറ്റർ, തിങ്കിങ് കൺസൾട്ടന്റ്, ട്രെയിനർ, ലൈഫ് കോച്ച്. ചിന്തിക്കുന്നത് പോലും ചിന്തിച്ചു കൊണ്ടായിരിക്കണം. നമ്മുടെ ലൈഫ് എപ്പോഴും സക്സസിലേക്ക്, നമ്മുടെ ചിന്തകൾ എപ്പോഴും ഫോക്കസ് ടു സക്സസ്. നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവണമെങ്കിൽ എക്സ്റ്റേണൽ കാര്യങ്ങൾ മാത്രമല്ല, ഇന്റേണൽ കാര്യങ്ങളും ബ്യൂട്ടിഫുൾ ആയിരിക്കണം. നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനുള്ള കുറേ കാര്യങ്ങൾ, ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. നമുക്ക് ചുറ്റുപാട് എത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും കാര്യമില്ല, നമ്മുടെ ഇന്റേണൽ ഡയലോഗ് ബ്യൂട്ടിഫുൾ ആയിരിക്കണം. സോ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ഇന്റേണൽ ഡയലോഗ്. ഓരോരുത്തരും അവരുടെ ജീവിതം സക്സസിൽ നിന്നും മാസീവ് സക്സസിലേക്ക്, ഒരു പ്രൊഫൗണ്ടൽ ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആദ്യം എടുക്കേണ്ട ഡിസിഷൻ സ്വന്തം ഇന്റേണൽ ഡയലോഗ് ബ്യൂട്ടിഫുൾ ആക്കണം. എങ്ങനെയാണ് നമ്മുടെ ഇന്റേണൽ ഡയലോഗ് ബ്യൂട്ടിഫുൾ ആക്കുക? കോൺഷ്യസോട് കൂടി തന്നെയാണ് നമ്മുടെ ഇന്റേണൽ ഡയലോഗ് ബ്യൂട്ടിഫുൾ ആക്കേണ്ടത്. ജീവിതത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരൊറ്റ ടൈമാണുള്ളത്. ജീവിതത്തിന് ഒരിക്കലും റീടേക്ക് ഇല്ല. സിനിമയിലും നാടകത്തിലും മാത്രമാണ് ജീവിതത്തിൽ റീടേക്ക് ഉള്ളത്. ഈ നിമിഷത്തിൽ നമ്മൾ ഹാപ്പിനെസ്സോട് കൂടി ലൈഫിൽ മുന്നോട്ട് പോകണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ആദ്യം ഉണ്ടാവേണ്ട ബെസ്റ്റ് ക്വാളിറ്റി നമ്മുടെ തന്നെ ഇന്റേണൽ ഡയലോഗ് ബ്യൂട്ടിഫുൾ ആക്കുക എന്നാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ചിന്തിക്കുന്നത് പോലും ചിന്തിച്ചു കൊണ്ടായിരിക്കണം. കാരണം ഇതെല്ലാം നമ്മുടെ ചിന്തയുമായി കണക്റ്റായ സബ്ജക്റ്റുകളാണ്. നമുക്കറിയാം, പലരെയും നമ്മൾ കാണുമ്പോൾ ദൈവം അവരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മളൊരു മനുഷ്യന്റെ ബ്യൂട്ടിഫുൾ ഫസ്റ്റായിട്ട് നോക്കുമ്പോൾ അവരുടെ ഫേസിൽ നോക്കിയിട്ടാണ്. കാരണം ആ ഫേസിന്റെ ഫ്രീക്വൻസി, ഒരു തിളക്കം അനുസരിച്ചായിരിക്കും അവരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുക. അല്ലാതെ ബ്ലാക്കോ വൈറ്റോ അതൊന്നുമല്ല ബ്യൂട്ടിഫുൾ. കാരണം നമ്മുടെ ഉൾഭാഗം, നമ്മുടെ ഇന്റേണൽ, നമ്മുടെ ഉള്ള് നന്നാവുമ്പോഴാണ് നമ്മുടെ ഫേസിന്റെയും ബ്യൂട്ടിഫുൾ പുറത്ത് പ്രകടമായി കാണാം. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരം ബ്യൂട്ടിഫുൾ ആവാൻ, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ബ്യൂട്ടിഫുൾ ആകാൻ വ്യത്യസ്ത തരത്തിലുള്ള മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കും. അതെന്തിനാണ്? നമ്മുടെ ഫേസ് മറ്റുള്ളവർ കാണുമ്പോൾ വളരെ ഭംഗിയാണ് എന്ന് പറയാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ്. ഈ ഫേസിനേക്കാൾ, പുറമേ കാണുന്ന ഭംഗിയേക്കാൾ നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആവേണ്ട പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഇന്റേണലാണ്, നമ്മുടെ ഉള്ളാണ്. അപ്പം എല്ലാ മതത്തിലും പറയുന്നുണ്ട്, ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്ന്. അപ്പൊ ഹൃദയം എവിടെയാണ്? നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഉള്ളിലാണ്. അപ്പൊ നമ്മുടെ ഇന്റേണൽ ഡയലോഗ്, നമ്മുടെ ഉള്ളിലെ ചിന്തകളെല്ലാം ബ്യൂട്ടിഫുൾ ആകുമ്പോഴാണ് ഓരോ വ്യക്തിക്കും പോസിറ്റീവായ സിറ്റുവേഷനുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും, നമ്മളെല്ലാവരും എല്ലാ ടൈമും എനി ടൈം ചിന്തിക്കുന്നവരാണ്. നമ്മൾ വെറുതെ ഇരുന്നാലും യാത്ര ചെയ്യുകയാണെങ്കിലും ഉറങ്ങാത്ത എല്ലാ ടൈമിൽ പോലും നമ്മുടെ ചിന്തകൾ, ആരും നമ്മളോട് സംസാരിക്കാനില്ലെങ്കിലും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. സെൽഫ് ടോക്ക്. ഈ സെൽഫ് ടോക്ക് ബ്യൂട്ടിഫുൾ ആക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. എങ്കിൽ മാത്രമാണ് ഓരോ നിമിഷവും നമുക്ക് ലൈഫിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് നമ്മളോട് തന്നെ നമ്മൾ ടോക്ക് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യണം, കോൺഷ്യസോട് കൂടി. ഞാൻ എപ്പോഴും സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിലാവട്ടെ ബസ്സിലാവട്ടെ, അല്ലെങ്കിൽ ട്രെയിനിൽ നിന്നോ ബസ്സിൽ നിന്നോ പുറത്തേക്ക് നോക്കുമ്പോൾ, ബസ് സ്റ്റോപ്പിലോ മറ്റെവിടെയെങ്കിലും ഇരിക്കുന്ന പല ആളുകളും അവരുടെ ഡിപ്രഷൻ ആണെങ്കിലും ഹാപ്പിനെസ് ആണെങ്കിലും അവരുടെ ഫേസിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് പലപ്പോഴും. ഞാനൊരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ ബസ് സ്റ്റോപ്പിലൊരു
ലേഡി ഇരിക്കുന്നു. അപ്പൊ അവരൊറ്റക്കാണ് ഇരിക്കുന്നത്. അപ്പൊ അവരെന്തോ പ്രശ്നത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലായത്? കാരണം അവരുടെ ഫേസ് ഒരു ബീഭത്സമായ രീതിയിൽ, കാരണം അവരെന്തോ പെയിന് അനുഭവിക്കുന്ന രീതിയിൽ അവർ ചിന്തിച്ചും കൊണ്ടിരിക്കുക. പുറത്ത് അവരാരോടും സംസാരിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ നിന്ന് കാണുന്ന എനിക്ക്, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവും. കാരണം അവരുടെ നെറ്റിയൊക്കെ ഇങ്ങനെ ചുളിഞ്ഞ് നമുക്ക് തന്നെ അറിയാം അവരെന്തോ പെയിൻ, എന്തോ സ്ട്രെസ് അനുഭവിക്കുകയാണെന്ന്. അതെന്തുകൊണ്ടാണ് അവരുടെ ഫേസിൽ എനിക്കങ്ങനെ പ്രകടമായി കണ്ടത്? കാരണം അവരുടെ ഇന്റേണൽ ഡയലോഗ് എന്തോ ബാഡായിട്ടാണ്. കാരണം അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ലൈഫിൽ അന്ന് എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ അവരുടെ ലൈഫിൽ ഉണ്ടായ ഇൻസിഡൻസും അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ആ വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ. ആരോടും സംസാരിക്കുന്നില്ലെങ്കിലും അവരവരോട് സ്വയം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരനുഭവിക്കുന്ന പെയിനാണ് ആ ഫേസിൽ പ്രകടമായത്. നമ്മളെക്കുറിച്ച് ഒരാൾ നമ്മളുടെ മുഖത്ത് നോക്കി നമ്മളോട് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുമ്പോൾ നമ്മുടെ ഫേസ്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ്, അല്ലെങ്കിൽ നമ്മുടെ ഉൾഭാഗം ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പീസ്ഫുൾ ആകും. നമുക്ക് വല്ലാത്തൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. നമുക്കും സന്തോഷം തോന്നും. നമ്മളോട് പറഞ്ഞ വ്യക്തിയോടും നമുക്കൊരു പർട്ടിക്കുലർ ലവ് ഫീൽ ചെയ്യും. ഇനി അതല്ല, ഒരു വ്യക്തി നമ്മളോട് വന്നിട്ട് നമ്മളെക്കുറിച്ച് മറ്റാരെങ്കിലും ഏറ്റവും ഭംഗിയായി സംസാരിച്ചു എന്ന് നമ്മളോട് പറയുകയാണ്. ആ വ്യക്തിയെ നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അറിയാവുന്ന വ്യക്തിയാവാം. എന്നിരുന്നാലും നമ്മളെക്കുറിച്ച് ഭംഗിയായി സംസാരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഹാപ്പിനെസ് എത്രമാത്രം വലുതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ സ്വയം നമ്മുടെ സെൽഫ് ടോക്ക് ബ്യൂട്ടിഫുൾ ആക്കണമെങ്കിൽ, ഒരു പോസിറ്റിവിറ്റി ഉള്ളതാക്കണമെങ്കിൽ എത്രമാത്രം മനോഹരമാണ്. എങ്ങനെയാണ് നമ്മുടെ സെൽഫ് ടോക്ക് ബ്യൂട്ടിഫുൾ ആക്കുക? എങ്ങനെയാണ് നമ്മുടെ ഇന്റേണൽ ഡയലോഗിനെ വെരി ബ്യൂട്ടിഫുൾ ആക്കി നമ്മുടെ ലൈഫിനെ സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുക? നമ്മൾ നേരത്തെ എഴുന്നേറ്റ്, നമ്മൾ രാവിലെയൊക്കെ നേരത്തെ എഴുന്നേൽക്കുമല്ലോ. നമ്മൾ രാവിലെ എന്തായാലും എഴുന്നേൽക്കും. ആ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. കാരണം ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടിയത് വലിയ ബ്ലെസ്സിങ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് ദൈവത്തോട് നന്ദി പറയുക, നമ്മുടെ സൃഷ്ടാവിനോട് നന്ദി പറയുക. അത് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം നമുക്ക് ബ്യൂട്ടിഫുൾ ആണ്, ഞാൻ ദൈവത്തിന്റെ അനുഗ്രഹമുള്ള, നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസമനുസരിച്ചുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുക. നമുക്ക് ഇന്നത്തെ ദിവസം വളരെ ഭംഗിയുള്ളതാണെന്ന് നമ്മളങ്ങ് വിശ്വസിക്കുക. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്കതിൽ സന്തോഷം കണ്ടെത്തുക. നമുക്ക് ചുറ്റുമുള്ള എന്ത് പ്രശ്നങ്ങളും യഥാസമയം നമ്മളെ എന്താക്കിക്കൊണ്ടിരിക്കും? അലട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മള് ആ ചിന്തയിൽ തന്നെ മുഴുകാതെ നമ്മുടെ ചിന്തകളെ, ബാഡ് ചിന്തകളെ ഡൈവേർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളിലേക്കും നമ്മൾ കോൺഷ്യസ് ആയിട്ട് നീങ്ങുക. അതല്ലാതെ നമുക്ക് വേറെ സൊല്യൂഷൻ ഇല്ല. കാരണം ഒരു വ്യക്തി ലോകത്ത് സന്തോഷിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം നമ്മുടെ ചിന്തകളെ ബ്യൂട്ടിഫുൾ ആക്കുക. നമ്മുടെ ഇന്റേണൽ ഡയലോഗിനെ കോൺഷ്യസോട് കൂടി ഏറ്റവും നല്ല ഗുഡായിട്ടുള്ള ടോക്ക്, സെൽഫ് ടോക്ക് എപ്പോഴും നല്ലതാക്കുക. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ സന്തോഷിക്കുക. ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഈ ലൈഫ് തന്ന ദൈവത്തോട് നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാവുക. ഇനിയും നമ്മുടെ ജീവിതം ഒരുപാട് സന്തോഷമുള്ളതാണ്. നാം സന്തോഷിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സന്തോഷം മറ്റുള്ളവർക്കും പകർന്നു നൽകാൻ പറ്റുള്ളൂ. കാരണം ഒരു മെഴുകുതിരി കത്തിച്ചാൽ ആ മെഴുകുതിരിയിൽ നിന്ന് കിട്ടുന്നത് വെളിച്ചമാണ്, അല്ലേ? ആ മെഴുകുതിരി കത്തിത്തീരുന്നതിന് മുമ്പ് മറ്റൊരു മെഴുകുതിരിയിലേക്ക് ആ വെളിച്ചം പകർന്നു കൊടുത്താൽ ആ മെഴുകുതിരി അണഞ്ഞാലും വെളിച്ചം ഈ ലോകത്ത് പകർന്നു കൊടുത്തിട്ട് കൊണ്ടാണ് ആ മെഴുകുതിരി പോയിട്ട്. നമ്മളൊക്കെ പറയും മെഴുകുതിരി ഉരുകിത്തീരുന്നത് പോലെ. കാരണം മെഴുകുതിരി ഉരുകിത്തീരുന്നത് സൂചിപ്പിക്കുന്നത് ഒരു കാലാവധി കഴിഞ്ഞാൽ, ഒരു ടൈം കഴിഞ്ഞാൽ ഈ വേൾഡിൽ നിന്ന് നമ്മൾ പിന്മാറണം എന്നാണ്. പക്ഷെ ആ പിന്മാറുന്ന സമയത്തും നമ്മൾ മറ്റൊരു മെഴുകുതിരിയിലേക്ക്, മറ്റൊരു വിളക്കിലേക്ക് വെളിച്ചം, അഗ്നി പകർത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം
ഈ ലോകത്ത് നിന്നും വിട പറയേണ്ടത്. എപ്പോഴും നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉള്ളതാക്കാൻ ഏറ്റവും ആദ്യം ഒരു വ്യക്തി ചെയ്യേണ്ടത് അവരുടെ ഇന്റേണൽ ഡയലോഗിനെ ബ്യൂട്ടിഫുൾ ആക്കുക. സെൽഫ് ടോക്ക് എപ്പോഴും പോസിറ്റീവ് അഫർമേഷൻ ആക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.